പുസ്തകം പ്രസിദ്ധീകരിക്കും മുമ്പ് കണക്ക് പുറത്തുവിടണം എന്ന് കുഞ്ഞികൃഷ്ണൻ പറഞ്ഞത് തരംതാണ രീതിയിലാണ്. ബൂത്ത് കമ്മിറ്റി ചേർന്ന് പാർട്ടി അംഗങ്ങളോട് പറഞ്ഞോളാം കണക്ക് എന്നാണ് പറഞ്ഞത്. കുടുംബസംഗമങ്ങളിലെല്ലാം കണക്ക് അവതരിപ്പിക്കും. ഒപ്പം ബൂത്ത് കമ്മിറ്റി ചേർന്ന് പാർട്ടി അംഗങ്ങളോട് പറയും. മാധ്യമങ്ങളോട് ഏതായാലും കണക്ക് പറയാനില്ല. അനുഭാവികൾ അടക്കമുള്ളവരെ വിളിച്ചുകൊണ്ട് ഒരു യോഗം നടത്തും. അതിനുശേഷം കണക്ക് അവതരിപ്പിക്കും. കോൺഗ്രസുകാരടക്കമുള്ളവരോട് കണക്ക് പറയേണ്ട ബാധ്യതയില്ല പാർട്ടിക്ക് എന്നും അദ്ദേഹം പറയുന്നുണ്ട്. പിരിച്ചത് പാർട്ടിക്കാരിൽ നിന്ന് മാത്രമാണ്, പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ചിട്ടില്ല. എം.വി. ഗോവിന്ദൻ അങ്ങനെ പറഞ്ഞതിനെ പറ്റി തനിക്ക് അറിയില്ല എന്നും പറയുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബഹുജനങ്ങൾ എന്നാൽ പൊതുജനമല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ പാർട്ടി ഇത്തരത്തിലൊരു തീരുമാനമെടുത്തിട്ടുള്ളത്. 4 വർഷം നീണ്ടു നിൽക്കുന്ന കാലയളവിലാണ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചത്. ബിജീഷ് ഗോവിന്ദൻ ചെയ്തതിന്റെ വിശദാംശങ്ങൾ നൽകാനായി ബിജീഷ്, കുഞ്ഞികൃഷ്ണൻ ഒരു വലിയ ആരോപണം ഉന്നയിക്കുന്നു. നിരവധി സംശയങ്ങളടക്കം തെളിവടക്കം അദ്ദേഹം പുറത്തുവിടുമെന്ന് പറയുന്നു. അതിനുശേഷം ഒരു കാര്യത്തിലും വ്യക്തമായ മറുപടിയോ കണക്ക് നിരത്തലോ ഒന്നും നടത്താതെ ജില്ലാ സെക്രട്ടറിയുടെ തടിതപ്പൽ, അദ്ദേഹത്തിന്റെ ഉരുണ്ടുകളിക്കൽ, എന്തൊക്കെയാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്? ഒരു കണക്കും ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിട്ടില്ലല്ലോ. ഇതിനകത്ത് കണക്ക് മാധ്യമങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ജില്ലാ സെക്രട്ടറി ഇന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിനുവേണ്ടി CPM കുടുംബയോഗങ്ങൾ വിളിക്കും. അവിടെ അനുഭാവികളും അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങളായിട്ടുള്ള ആൾക്കാരുണ്ടാവും. അവരെടുത്ത് ഇതിന്റെ കണക്ക് പറയും എന്നുള്ളതാണ് KK രാഗേഷ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് അറിയാൽ, ഇത് ഒരിക്കലും പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് വാങ്ങിയ ഒരു പണപ്പിരിവ് ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. പാർട്ടി അംഗങ്ങളുടെ അതുപോലെ തന്നെ പാർട്ടിയോട് അനുഭാവം പ്രകടിപ്പിക്കുന്ന സഹകരണ ജീവനക്കാരുടെ ഈ പയ്യന്നൂർ ഏരിയയിൽ നിന്നുള്ള ഇത്രയും ആൾക്കാരുടെ അടുക്കുന്നാണ് ഈ ഫണ്ട് പിരിപ്പിച്ചത്. അതുകൊണ്ട് ആ മേഖലയിലുള്ള പാർട്ടി അംഗങ്ങളോട് മാത്രം ഇതിന്റെ കണക്ക് പറഞ്ഞാൽ മതി എന്നുള്ള ന്യായീകരണമാണ് KK രാഗേഷ് പറയുന്നത്. അത് ഇതിനു വേണ്ടിയിട്ടുള്ള കുടുംബയോഗങ്ങൾ വരും ദിവസങ്ങളിൽ തന്നെ പയ്യന്നൂരിൽ ചേരുമെന്നും പറയുന്നു. മാധ്യമങ്ങളെ ഒരിക്കലും പൊതുജനങ്ങളായി കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളോട് ഇത് വിശദീകരിക്കേണ്ട ഒരു ബാധ്യതയും പാർട്ടിക്കില്ല എന്നുള്ളതാണ് KK രാഗേഷ് പറഞ്ഞത്. ഏതായാലും ഇതിനകത്ത് V. കുഞ്ഞികൃഷ്ണൻ പുസ്തകത്തിലും അതുപോലെ തന്നെ അല്ലാതെ മാധ്യമങ്ങളിലൂടെയും നടത്തിയ ആരോപണങ്ങളെ അത് ഗണ്ണിക്കുന്ന തരത്തിലുള്ള കണക്കുകളൊന്നും തന്നെ KK രാഗേഷ് വാർത്താ സമ്മേളനത്തിൽ പുറത്തുവിട്ടില്ല. ഒപ്പം തന്നെ അദ്ദേഹം പറയുന്നു, സംസ്ഥാന സെക്രട്ടറി എൻ്റെ അടുത്ത് പറഞ്ഞത് പാർട്ടി അനുഭാവികളും അതുപോലെ തന്നെ പാർട്ടി അംഗങ്ങളെടുത്തും ഇത് സംബന്ധിച്ചുള്ള കണക്ക് ബോധിപ്പിക്കണമെന്നാണ്. അതിനുവേണ്ടിയുള്ള നടപടികൾ പാർട്ടിയുടെ ഭാഗത്ത് ഉണ്ടാകും എന്നുള്ള വിശദീകരണമാണ് KK രാഗേഷ് നൽകുന്നത്. ജീന. ബിജീഷ്, അതായത് ഈ പറഞ്ഞ കുഞ്ഞികൃഷ്ണൻ പറഞ്ഞ ആരോപണങ്ങൾക്കൊന്നും മറുപടിയില്ല. അതിൽ കൂടുതൽ KK രാഗേഷ് സമയം ചെലവഴിച്ചത് ഒരുപക്ഷെ കുഞ്ഞികൃഷ്ണനെ കടന്നാക്രമിക്കാൻ വേണ്ടി മാത്രമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ പറയുന്നത് പോലെ ജനങ്ങളോട് പണം പിരിച്ചിട്ടില്ല, അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ കണക്ക് പറയേണ്ട കാര്യമില്ല. പാർട്ടിക്കകത്ത് നിന്നാണ് പണം പിരിച്ചത്. അതുകൊണ്ട് പാർട്ടി യോഗങ്ങൾ വിളിക്കും, നേതാക്കന്മാരെ അടക്കം വിളിച്ച് അവർക്ക് ഇടയിൽ ഇങ്ങനെ ഒരു കാര്യം അവതരിപ്പിച്ചാൽ മാത്രം മതി എന്നുള്ള നിലപാടിലാണ് ഇപ്പോൾ ജില്ലാ സെക്രട്ടറി ഉള്ളത്. അതേ രീതിയിൽ തന്നെയാണ്. അതായത് ജില്ലാ കമ്മിറ്റിയും അതുപോലെ തന്നെ ഏരിയ കമ്മിറ്റിയും നേരത്തെ V. കുഞ്ഞികൃഷ്ണന്റെ ആരോപണങ്ങൾ സംബന്ധിച്ച് അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തിയിരുന്നു. ഈ അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലുകൾ അന്ന് തന്നെ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ദൂരീകരിക്കുന്നതിനുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും. V. കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞ കാര്യങ്ങളിൽ മാധ്യമങ്ങളോട് മറുപടി പറയേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഈ KK രാഗേഷ് CPMന്റെ ജില്ലാ സെക്രട്ടറി വിശദീകരിക്കുന്നത്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, V. കുഞ്ഞികൃഷ്ണന് TI മധുസൂദനോടുള്ള വ്യക്തിവിരോധം അത് പകയായി വളർന്ന് അയാളുടെ ചോരയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് V. കുഞ്ഞികൃഷ്ണൻ നടത്തുന്നത്. അത് മാധ്യമങ്ങളിലൂടെ TI മധുസൂദനെതിരെ ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നു. ഒപ്പം തന്നെ അയാൾ പങ്കെടുക്കുക പോലും ചെയ്യാത്ത, അല്ലെങ്കിൽ അയാളുടെ പങ്കാളിത്തം പോലും ഇല്ലാത്ത ബാങ്കിന്റെ ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം TI മധുസൂദനെ ക്രൂശിക്കുന്ന നിലപാടാണ് V. കുഞ്ഞികൃഷ്ണൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്.